ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന നല്ലൊരു സമയമാകട്ടെ ഇത് എന്ന പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നാം എല്ലാവരും ഉണർന്നെഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നാം ഇനിയും ഉണർന്നെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തെ, ആ സമൂഹത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകൾ മാത്രമായി കാണരുത്. നമ്മുടെ സമൂഹത്തിൽ ആത്മാവിൽ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, നാം ഉണർന്നെഴുന്നേൽക്കണം. ഉണർന്നെഴുന്നേറ്റിട്ടില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബജീവിതത്തെ കൊണ്ടുപോകേണ്ടത്? ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതം നയിക്കേണ്ടത്? ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് സമൂഹത്തിൽ വർത്തിക്കേണ്ടത്? എൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം? എൻ്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം? എൻ്റെ നിലപാടുകൾ എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ചാണ് ദൈവവചനത്തിലൂടെ ചിന്തിക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു ശത്രുക്കളാൽ പിടിക്കപ്പെടുന്ന സമയത്ത്, ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത്, യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ്ലീഹ അരിയിലുണ്ടായിരുന്ന വാള് ഊരിയെടുത്ത് ഒരു സേവകനെ വെട്ടി അവൻ്റെ ചെവി മുറിഞ്ഞ് താഴെ പോയി. അപ്പോൾ യേശു അവിടെ ഉദ്ഘോഷിച്ചത് വാളെടുത്ത് പ്രയോഗിക്കാനല്ല, ആ വാളെടുത്ത് ഉറയിലിട്ട് ക്ഷമിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, സഹായിക്കുന്ന അങ്ങനെ ഒരു യേശു ദൈവവചനത്തിനകത്തുണ്ട്. വാളെടുക്കാൻ പറഞ്ഞൊരു ഗുരുവിൻ്റെ പിന്നാലെ പോയ ആളുകളല്ല നമ്മൾ. വാൾ ഉറയിലിടുക, ക്ഷമിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക എന്ന് പറഞ്ഞ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൻ്റെ മക്കളായിരിക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. അങ്ങനെ ഒരു ദൈവം നമുക്കുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ക്ഷമിക്കാൻ പറഞ്ഞ, സ്നേഹിക്കാൻ പറഞ്ഞ, ഈ ലോകം മുഴുവൻ, നമ്മുടെ സമൂഹം പടർന്നു പന്തലിക്കാൻ കാരണം വാളുകൊണ്ടല്ല, വാളുറയിലിടാൻ പറഞ്ഞ് ആ സമയത്ത് ക്ഷമിച്ച് സൗഖ്യം കൊടുത്ത ആ യേശുവിൻ്റെ സ്നേഹമാണ് ഈ ലോകം മുഴുവൻ കത്തിപ്പടർന്നത്. ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളെല്ലാവരും തീർച്ചയായും ഈ ലോകത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ ദൈവം, നമ്മുടെ യേശു വാളെടുത്ത് പ്രയോഗിക്കാൻ പറഞ്ഞ ദൈവമല്ല, വാൾ ഉറയിലിടാൻ പറഞ്ഞ് നമ്മളോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും പറഞ്ഞു പഠിപ്പിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം എനിക്കുള്ളതിനാൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മകൻ, മകളായിരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. അത് നമ്മുടെ ആത്മധൈര്യത്തിൻ്റെ ഒരു ഭാഗമാണ്.
ഈ ദൈവം എൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ വിശ്വാസത്തിനെതിരെയും ഉള്ള വിശ്വാസം തന്നെ കെട്ടുപോകുന്ന അവസ്ഥയും വിശ്വാസത്തോടെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ മടിയുള്ള ഒരു സമൂഹം ഉണർന്നെഴുന്നേറ്റ് പതുക്കെ പതുക്കെ വരുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് ഒരു അപകട സൂചനയാണ്. എന്നെ ശ്രദ്ധയോടെ ദൈവവചനത്തിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തീയ സമൂഹത്തെ, ക്രിസ്തീയ കുടുംബത്തെ, ക്രിസ്തീയ കൂട്ടായ്മകളെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാത്മീയ രഹസ്യം പരിചയപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മോശ വിജയകരമായി മരുഭൂമിയിലൂടെയും ചെങ്കടലിലൂടെയും കടത്തി കാനാൻ ദേശത്തെത്തിക്കാൻ ശ്രമിച്ച ഒരു മോശയുടെ, ഇസ്രായേൽ ജനത്തിന്റെ വിജയരഹസ്യം എന്നറിയാമോ? ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന ഒരു മോശ മുന്നിലുണ്ടായിരുന്നു. ആ ദൈവസ്വരം കേട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ഒരു മോശ അവർക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്വരം അനുസരിക്കുന്ന ഒരു മോശ അവർക്കുണ്ടായിരുന്നു നേതാവായിട്ട്. അതാണ് ഇസ്രായേൽ ജനത്തിന്റെ ഭാഗ്യം. ആ ജനം വിജയകരമായി മുന്നോട്ട് പോകാനുള്ള ആത്മീയ രഹസ്യം അതാണ്. ദൈവം പറയുന്നത് കേൾക്കുന്ന, ദൈവം പറഞ്ഞത് അനുസരിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മോശ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നതാണ് ഇസ്രായേൽ ജനത്തിന്റെ ഭാഗ്യം. മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന്റെ വിജയ രഹസ്യം. ഇത് നമ്മുടെ സമൂഹത്തിലും ബാധകമാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസ സമൂഹത്തെ, നമ്മുടെ ചെറിയ കൂട്ടായ്മകളെ, നമ്മുടെ കുടുംബ സാഹചര്യത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് നമുക്കത്രയും വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. അതിനകത്ത് കുറെ അഴിച്ചുപണികൾ ആവശ്യമായിട്ടുണ്ട് എന്ന് ഏതൊരു വ്യക്തിക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ സമൂഹത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മറ്റു മതത്തിലേക്ക്, മറ്റു വിശ്വാസത്തിലേക്ക് ചേക്കേറുന്നു. നമ്മുടെ സമൂഹത്തിലെ പഠിപ്പും വിദ്യാഭ്യാസവും അറിവുമുള്ള കുട്ടികൾ മറ്റു മതത്തിലുള്ളവരെ യാതൊരുവിധ മാനസിക വിഷമവും കൂടാതെ വിവാഹം കഴിച്ച് മാറുന്നു. നമ്മുടെ വിശ്വാസത്തിലുള്ള പലരും വിശ്വാസത്തിനെതിരെ ചിന്തിക്കുന്നു, എതിരെ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാതാകുന്നു. ദേവാലയം എന്ന് ചിന്തിക്കുന്നത് പോലും അവർക്ക് ഏതോ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. വിശ്വാസ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ കാരണം ദൈവം പറഞ്ഞത് കേൾക്കുന്ന, ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മോശയെ, ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന പോലെ ഒരാളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ കുറവ് ഒരു പക്ഷേ പല പരാജയങ്ങളുടെയും കാരണമായേക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തെയാണേലും, ഒരു പ്രസ്ഥാനത്തെയാണേലും, ഒരു കൂട്ടായ്മയാണേലും, ഒരു കുടുംബത്തെയാണേലും ദൈവം പറഞ്ഞതനുസരിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾ മുന്നിലുണ്ടേലേ വിജയകരമായി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ യാത്രയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, പരാജയം സംഭവിക്കും, ലക്ഷ്യത്തിലെത്തിച്ചേരത്തില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിലാണേലും മോശയെ പോലെയുള്ള ഒരു കുടുംബനാഥൻ വേണം. നമ്മുടെ കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ മോശയെ പോലെ ഒരാൾ ആ വീട്ടിൽ വേണം, വിജയകരമായിട്ട് ആ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ. അതിൻ്റെ കാര്യം സമ്പത്തോ ജോലിയോ സാലറിയോ ഇതൊന്നുമല്ല. ദൈവം പറഞ്ഞത് കേൾക്കാൻ കഴിവുള്ള ഒരാൾ, ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാൾ, അതാണ് വിജയകരമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വിജയ രഹസ്യം. ഞാനിങ്ങനെ ചിന്തിക്കും, ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ഭാഗ്യം അങ്ങനെ ഒരാൾ അവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊരു അവസ്ഥ, അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ആത്മീയമായി നമ്മളെല്ലാവരും വളരേണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കണം. ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ പിന്നീട് നാളെ ഒരു സമയത്ത്
ഇന്ന് ഉണരാതിരുന്നതിൻ്റെ പല സങ്കടങ്ങളും പല കാര്യങ്ങളും നമ്മൾ പലതിനും വില കൊടുക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഇന്ന് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുക, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതെന്താണ്? അതാണ് ദൈവവചനം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനവും അമലേക്യരും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ സമയത്ത് പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് തോന്നിയപ്പം 3 വ്യക്തികൾ, ശ്രദ്ധയോടെ ഇത് കേൾക്കുക, 3 വ്യക്തികൾ, മോശ, അഹറോൻ, ഹൂർ, ഇവർ 3 പേരും മലയുടെ മുകളിൽ കയറി. ഞാനിനി പറയാൻ പോകുന്നത് ഈ 3 പേരുമില്ലേ, മലമുകളിൽ കയറിയ 3 പേരുടെയും സ്ഥാനം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്ഥാനമാണത്. ആ 3 പേരും, ആ 3 പേരുടെയും സ്ഥാനത്താണ് ഞാനും നിങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. അവര് മലമുകളിൽ കയറി, അവര് 3 പേരും മലമുകളിൽ കയറി 3 സ്ഥലത്തേക്ക് പോയി എന്നല്ല, അവരൊരു സ്ഥലത്തിരുന്നു, ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അവർ 3 പേര് മലമുകളിൽ കയറി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. 3 പേരും കരങ്ങൾ ഉയർത്തി എഴുതിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം എഴുതിയിട്ടുണ്ട്. അവിടെ ആരും പറഞ്ഞില്ല കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എനിക്കത്ര താല്പര്യം തോന്നുന്നില്ല, ഞാനിവിടെ ഇരിക്കാം, ഞാനിവിടെ നിൽക്കാം, നിങ്ങളിവിടെ ഇരിക്കാം, ഞാൻ അപ്പുറത്തെ മരത്തിൻ്റെ അവിടെ ഇരിക്കാം. അവരൊരുമിച്ച ഒന്നാമത് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു ഐക്യം വേണം. വിശ്വാസ ജീവിതത്തിൽ ഒരു ഐക്യം വേണം. ആത്മീയ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ വേണം. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, വേറൊരു രീതി പ്രാർത്ഥിച്ചു. ഒരു കുടുംബത്തിലാണേലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ 100 അഭിപ്രായമാണ്, സമൂഹത്തിലാണേലും 100 അഭിപ്രായമാണ്. വിശ്വാസ ജീവിതത്തിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തന്നെ ഒരു കൂട്ടായ്മ വേണം. 4 വഴിക്കും ചെതറി നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. 2, അവർ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നടുക്കു നിന്ന് പ്രാർത്ഥിച്ച മോശയുടെ കൈകൾ കൊഴിഞ്ഞു എന്ന് മാത്രമല്ല, ആദ്യം മോശ ക്ഷീണമായി. മോശയ്ക്ക് ഒരു ഇരിക്കണം, എവിടെയെങ്കിലും ഇരിക്കണം. മോശ അങ്ങനെ ഒരു ക്ഷീണമുണ്ടായപ്പം എന്താ എഴുതിയിരിക്കുന്നു നോക്കുകയാണ്, മോശയുടെ കൈകൾ കുഴഞ്ഞു, അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. വാക്കുകൾ ശ്രദ്ധിക്കണം, ശരിക്കും മനസ്സിലാകാനുണ്ട്. അവരുടെ കല്ലേ പോയി ഇരുന്നോളാനല്ല പറഞ്ഞത്, ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. ആര്? മോശയ്ക്കൊരു പ്രാർത്ഥനയിൽ നിന്ന മോശയ്ക്ക് ശാരീരികമായൊരു ക്ഷീണം വന്നപ്പം, ഒരു വയ്യായ്മ വന്നപ്പം ഇരിക്കാൻ നേരത്ത് ഒരു കല്ല് നീക്കിയിട്ടു. അവർ 2 പേരും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എന്തേലും ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇതേ അപ്പുറത്തേക്ക് മാറി അവിടെ എങ്ങനെ കുറച്ചു നേരം ഇരിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നല്ല പറഞ്ഞേ. അവരവിടെ ചെയ്തത് കല്ല് നീക്കിയിട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പേരാണ് പ്രാർത്ഥനയുണ്ട്, പരസ്പരമുള്ള സപ്പോർട്ടും ഉണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥനയുണ്ട്, പരസ്പരമുള്ള സപ്പോർട്ടില്ല. പ്രാർത്ഥനയുണ്ട്. ബൈബിളിന്റെ ആദ്യ താളുകളിൽ ദൈവം കേട്ട അത്ഭുതകരമായൊരു പ്രാർത്ഥനയാണിത്. ഇത് കേൾക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്ല് നീക്കിയിട്ട് കൊടുത്തു. അവിടെ മോശയ്ക്കൊരു ക്ഷീണം വന്നപ്പം അഹറോനും ഹൂർ എന്ന വ്യക്തിയും അതിനെക്കുറിച്ച് വിമർശിക്കുകയല്ല ചെയ്തത്. അല്ലാതെ അവർ 2 പേരും മോശയ്ക്കൊരു വയ്യായ്മ വന്നപ്പം ഇങ്ങനെ അപ്പുറം ഇപ്പുറത്ത് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ദൈവമേ ദൈവമേ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ, നിനക്കെല്ലാം അറിയാലോ, ഈ മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അങ്ങ് കാണണം. ഈ പ്രാർത്ഥനയല്ല അവിടെ വന്നത്. അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് പേരെ നമ്മുടെ പ്രാർത്ഥനയും കൺവെൻഷനും ഇത് മാത്രം പോരാ.
അവിടെ നിന്നിറങ്ങുമ്പം നമ്മുടെ കൺവെട്ടത്തിലുള്ള, നമ്മളുടെ ബന്ധത്തിലുള്ള, നമ്മളുടെ സമൂഹത്തിലുള്ള ഈ മോശയുടെ അവസ്ഥ പോലെ ക്ഷീണവും വയ്യായ്മയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഓടി ചെല്ലുന്ന ഒരു പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സും കൂടെ വേണം. ഇല്ല എന്നല്ല പറയുന്നത്, അപ്പോൾ അതില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത്ര പോരാ, അതുണ്ട്. പക്ഷെ ആ ഒരു അളവ് പോരാ. അതിനേക്കാൾ കൂടുതൽ അളവ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വേണം. അവര് കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ ആ കല്ലിൽ ഇരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ്. അവർക്ക് പ്രാർത്ഥിക്കാനും അറിയായിരുന്നു, പരസ്പരം ഒരാളുടെ വിഷമത്തിൽ അറിഞ്ഞ് സഹായിക്കാനും അറിയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പരാജയം ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നിതാണ്, പരസ്പര സപ്പോർട്ടില്ല. പരസ്പര സപ്പോർട്ട്. ഒരാവശ്യ നേരത്ത് ഒരു മനുഷ്യനെ ചിലപ്പോൾ സഹായിക്കാൻ കാണില്ല. അന്നേരം അവർ 100,000 കുറ്റങ്ങൾ പറഞ്ഞും 100,000 ആരോപണങ്ങൾ ഉന്നയിച്ചും അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, തൊടത്തില്ല, അഭിപ്രായം പറയും. ദൈവം കേട്ട ഒരു പ്രാർത്ഥന നോക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലോ ഒരാളെ ആവശ്യമായ അവസ്ഥയിൽ കണ്ടാൽ നമ്മുടെ കരമായിരിക്കണം ആദ്യം നീളേണ്ടത്, നമ്മുടെ കണ്ണുകളായിരിക്കണം അതാദ്യം കാണേണ്ടത്, നമ്മുടെ കാലുകളായിരിക്കണം അവിടെ ആദ്യം എത്തേണ്ടത്, നമ്മുടെ സഹായമായിരിക്കണം ആ വ്യക്തി ആദ്യം അനുഭവിക്കേണ്ടത് ക്രിസ്ത്യാനി എന്ന നിലയിൽ. അപ്പോഴേ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. നമുക്ക് ഈ മനസ്സില്ല, ഇതിൻ്റെ ഒരു കുറവ് കിടപ്പുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു കാര്യത്തിൽ നാം ഉണർന്നെഴുന്നേൽക്കേണ്ട കാര്യമാണ്. എനിക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യവും എനിക്ക് ലാഭം ഉണ്ടാകണം, എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം, അത് മാത്രമാകരുത്. സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ അവസ്ഥ കൂടി ചിന്തിക്കുന്ന ഒരു വിശാല മനസ്സുണ്ടാകുമ്പോഴേ നമ്മുടെ സമൂഹമാകത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, കല്ല് നീക്കിയിട്ട് കൊടുത്തു. അവിടെ കൊണ്ട് തീർന്നില്ല, കുറച്ചുകൂടെ വായിക്കുകയാണ്. മോശയുടെ കരങ്ങൾ കുഴഞ്ഞപ്പം അവരപ്പുറത്തും ഇപ്പുറത്തും നിന്നു എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാതെ 12ാമത്തെ വാക്യം. മോശയുടെ കൈകൾ കുഴഞ്ഞു, അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. എവിടെയാ നിന്നെന്ന് എഴുതിയിട്ടുണ്ട്? 2 സൈഡിലും, ഇടത്തും വലത്തും ഇരുവശങ്ങളിലും നിന്നു. ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എവിടെയാ നിൽക്കേണ്ടതെന്നറിയോ? ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ വീട് എവിടെയാ നിൽക്കേണ്ടതെന്നറിയാമോ? ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സമൂഹം എവിടെ നിൽക്കണമെന്നറിയാമോ? എല്ലാം തികഞ്ഞവന്റെ ഇരു സൈഡിലുമല്ല, ഒരു കുഴപ്പമില്ലാത്തതിൻ്റെ ഇരു സൈഡിലുമല്ല, വിഷമിക്കുന്ന, ഏതെങ്കിലും വിധത്തിൽ മനസ്സ് തകർന്നു പോയ, പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന, ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ കുടുംബത്തിൻ്റെ തലമുറകളുടെ ഇരുവശത്തും നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആത്മീയതയുടെ പേരാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ സമൂഹം വെളിപ്പെടുത്തേണ്ടത്. പക്ഷെ നമ്മളിൽ നിർഭാഗ്യവശാൽ ഒരാൾക്കൊരു ക്ഷീണം വന്നാൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും 2 സൈഡിൽ പിന്നെ ആരെയും കാണത്തില്ല. എന്നാൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ, ഏത് തരത്തിൽ ചിന്തിക്കുന്നവരുമാകട്ടെ, ഒരുപക്ഷെ ഇതത്ര നല്ലതായിട്ടോ അതിന് നല്ല സപ്പോർട്ടായിട്ടോ കാണുന്നവരോ കാണാത്തവരോ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്ഥാനം ദൈവം ഉറപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ ഇടതും വശത്തുമാണ്. ഇവർ 3 പേരും നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്ഥാനമായി 3 പേരും. ഇനി താഴെ എഴുതിയിരിക്കുന്നതെന്നറിയോ? യുദ്ധം തീരുന്നതുവരെ ഈ 3 പേരുടെയും പ്രാർത്ഥന നിമിത്തം, പ്രോത്സാഹന നിമിത്തം, സപ്പോർട്ട് കൊണ്ട് യുദ്ധത്തിൽ
ഒരു വലിയ വിജയം അവർക്കുണ്ടായി. എങ്ങനെ? ഈ 3 പേരുടെയും നല്ലൊരു പ്രാർത്ഥന മാത്രം അവിടെ കാണരുത്. സാധാരണ വായിച്ചു നോക്കുമ്പോൾ മോശ അവിടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അഹറോനും ഹൂറും ചെയ്തൊരു സപ്പോർട്ടിന്റെ ബലമുണ്ട്, പ്രോത്സാഹിപ്പിച്ചൊരു അപ്പുറം ഇപ്പുറം നിന്ന ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും അപ്പുറത്തും ഇപ്പുറത്തും നിന്നു കൊടുക്കേണ്ട സമയമുണ്ട്, പ്രോത്സാഹിപ്പിക്കേണ്ട സമയമുണ്ട്. എന്നാലേ നമ്മളൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുള്ളൂ. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടായിക്കൊള്ളട്ടെ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചും വഴക്കുണ്ടാക്കിയും നിന്നാൽ നമ്മൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കുടുംബജീവിതം ഭദ്രമാകത്തില്ല. എങ്ങനെയാ? പരസ്പര സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആ ഒരു നന്മ, അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ, അവിടെ ഉയരുന്ന പ്രാർത്ഥനയുടെ സ്വരമേ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഇനി ചിന്തിച്ചു നോക്കിക്കേ, മോശ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മടുത്തപ്പം അവർ രണ്ടുപേരും, പ്രാർത്ഥിച്ച മോശയ്ക്കും ഈ ഗതി വന്നെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്നായിരിക്കും എന്ന് ചിന്തിച്ച് രണ്ടുപേരും അഭിപ്രായം പറഞ്ഞും അപ്പുറത്ത് മാറിയിരുന്ന് കുറ്റം പറഞ്ഞും അതിനെ വിമർശിച്ചുകൊണ്ട് വരുന്നായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഈ യുദ്ധത്തിൽ ഇവരുടെ പ്രാർത്ഥന ഒരു തരത്തിലും ഗുണകരമാകില്ലായിരുന്നു. സ്വർഗം ഇവരുടെ പ്രാർത്ഥനയെ അംഗീകരിക്കത്തില്ലായിരുന്നു. മോശയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അഹറോനും ഹൂറും നിന്ന ആ ഒരു കൂട്ടായ്മയുടെ ബലമുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്തൊരു ബലമുണ്ടല്ലോ, ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് അപ്പുറം ഇപ്പുറം പറഞ്ഞ് നിന്ന് സപ്പോർട്ട് ചെയ്തൊരു ബലമുണ്ടല്ലോ, ഇരിക്കാൻ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്ത ആ മനസ്സുണ്ടല്ലോ, അതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്, നമുക്ക് വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രഘോഷണവും ഉണ്ട്. വലിയ കൺവെൻഷനുകളുണ്ട്, ധ്യാനങ്ങളുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് നല്ലത് തന്നെ, അത് നന്മയാണ്. പക്ഷേ ഒരു കാര്യം കൂടി, അതിന് ബാലൻസ്ഡ് ആയിട്ടുള്ള, തത്തുല്യമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ബലം കുറവുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല, പ്രവൃത്തി കൂട്ടണം. ഇത് മുകളറ്റം മുതൽ താഴറ്റം വരെ ഈ പ്രവൃത്തിയുടെ അളവ് കൂട്ടണം. പ്രവൃത്തി എന്താണ്? പ്രവൃത്തി വിശ്വാസം. യാക്കോബ് ശ്ലീഹ പറയുന്നു, വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം മരിച്ചതാണ്. നമുക്കെന്തുണ്ട്? നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിന്റെ പ്രഘോഷണമുണ്ട്, പക്ഷെ വിശ്വാസത്തിന് പ്രവൃത്തിയില്ല. ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ധ്യാനം നടക്കുന്നു, വിശ്വാസത്തിന്റെ പ്രഘോഷണം നടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ നല്ല നല്ല കാര്യങ്ങൾ, ദൈവവചനങ്ങളെല്ലാം കേൾക്കുന്നു, മനസ്സ് നിറഞ്ഞ് സൗഖ്യം സ്വീകരിച്ച് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് അവിടുന്ന് ഇറങ്ങി കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്ന വഴി അതേ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബം 1.5 കിലോമീറ്റർ ദൂരെയുള്ള അവരുടെ വീട്ടിലേക്ക് സ്വന്തമായ ഒരു വാഹനമില്ലാതെ നടന്നു പോവുകയാണെന്ന് കരുതുക. ഒരു പക്ഷേ ആ വ്യക്തിയെ കാറെ കയറ്റാമെന്നാ പോകുന്ന വഴിക്ക് അത്രയും ദൂരം അവിടെ ഇറക്കാമെന്ന് ചിന്തിക്കുന്ന, അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു പ്രവൃത്തിയുടെ അളവ് കുറവില്ലേ? ധ്യാനം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, അത് ആ ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ വിശ്വാസത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഒരു അടഞ്ഞ അധ്യായമാണ്. പിന്നെ സാധാരണ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു വലിയൊരു പ്രഘോഷകനും വലിയൊരു പ്രസംഗികനും മാത്രമല്ലായിരുന്നു. യേശു പ്രസംഗിച്ച കാര്യം ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യേശുവിലുള്ള ഒരു വലിയ പ്രത്യേകത. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസത്തിന്റെ അളവും എല്ലാം ആവശ്യത്തിന് വേണം, നന്മയായിട്ട് വേണം. അത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്, നട്ടെല്ലാണ്. പക്ഷേ വിശ്വാസത്തിന് തത്തുല്യമായ പ്രവൃത്തി. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, പ്രവൃത്തിയില്ലേ? പ്രവൃത്തിയുണ്ട്, പ്രവൃത്തി ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേത് സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവൃത്തി നമുക്കുണ്ട്. എന്നാലും ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ വേണം. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് പ്രവൃത്തി. ഏത് പ്രവൃത്തി? സൽപ്രവൃത്തി.
മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങനെ നിങ്ങളുടെ വെളിച്ചം ഭൂമിയെ പ്രകാശിക്കട്ടെ. അപ്പൊ ഒരു പ്രത്യേകത ശ്രദ്ധിച്ച്, നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പം അതിലൂടെ നമുക്കൊരു നിയോഗമുണ്ട്. സൽപ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്നൊരു പ്രത്യേകത പറയാം, നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൂടെ വരുന്ന റിസൾട്ട് വേറെയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സൽപ്രവൃത്തിയിലേക്ക് നമ്മളെല്ലാവരും, ഞാൻ അടക്കം വളരേണ്ടിയിരിക്കുന്നു. ഞാനൊരു സൽപ്രവൃത്തി ചെയ്യുമ്പം അതെന്റെ ദൈവത്തെ മഹത്വപ്പെടാൻ ഇടയാകണം. ഞാൻ അറിഞ്ഞ ദൈവത്തെ ഇവരറിയാൻ ഇടയാകണം. ഞാൻ അനുഭവിച്ച ദൈവത്തെ ഇവരറിയാൻ ഇടയാകണം എന്നതിലേക്ക് നമ്മുടെ ആത്മീയത വളരേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ പല സ്ഥലങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും ഒരു സാധാരണ വ്യക്തി ചെന്നു കഴിഞ്ഞാൽ അവരുടെ സൽപ്രവൃത്തികളെ അനുഭവിച്ചിട്ട് പലരും പോകുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടല്ല, പലരും ചീത്ത പറഞ്ഞും വിമർശിച്ചും ഒച്ച വെച്ചും ബഹളം വെച്ചും വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ കഴുത്തിറക്കുന്ന പരിപാടിയാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നത്. ദൈവവചനം പറയണം, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടാനിടയാകണം. ഇവിടെ ഒരാത്മശോധനയുടെ വശം കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ചു? നമ്മൾ പറയുന്ന വാക്കുകളെ ഈ കാലഘട്ടത്തിലെ ആളുകൾ വില കൽപ്പിക്കാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ സമൂഹം അതിനൊരു വിലയും കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ ഒരു വശത്ത് പറയും, വേറൊന്ന് പ്രവർത്തിക്കുന്ന അനേകർക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മളുടെ വാക്കുകൾക്ക് ആളുകൾ സമൂഹം വില കൽപ്പിക്കാത്തത്. നമ്മൾ പറയുന്നു സ്നേഹിക്കണം, നമ്മൾ പറയുന്നു ക്ഷമിക്കണം, നമ്മൾ പറയുന്നു സഹായിക്കണം, നമ്മൾ പറയുന്നു കൈ പിടിച്ചുയർത്തണം. പക്ഷെ പ്രവൃത്തിയിലേക്ക് അത് നീളാത്തത് കൊണ്ട്, പ്രവൃത്തിയിലേക്ക് നമ്മുടെ വിശ്വാസം വളരാത്തത് കൊണ്ട് വളരുന്നതായി ആരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. വളരുമ്പോഴാണ്. വളർന്നില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ആളുകൾ അംഗീകരിക്കത്തില്ല, നമ്മുടെ നിലപാടുകൾ ആരും അംഗീകരിക്കത്തില്ല, നമ്മുടെ വാക്കിനാരും ഒരു വില തരില്ല, നമ്മളെ ആളുകൾ അംഗീകരിക്കത്തില്ല. വിശ്വാസത്തിനും വിശ്വാസം വളർന്ന് പ്രവൃത്തിയിലേക്കും കൂടെ കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്കൊരു വിലയുണ്ടാകുന്നത്, നമ്മുടെ നിലപാടുകൾക്കൊരു അംഗീകാരം ലഭിക്കുക. നമ്മുടെ പ്രവൃത്തികളിലൂടെ സ്വർഗത്തിലെ ദൈവത്തെ അനേകർ അറിയാൻ ഇടവരിക. അപ്പോൾ ഒരുപക്ഷെ വിമർശനാത്മകമായി ചോദിച്ചേക്കാം, എന്താ അങ്ങനെ പറയുന്നത്? നമ്മളുടെ പ്രവൃത്തിയിലൂടെ അനേകർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഒരു പടി കൂടെ വളരേണ്ട സാഹചര്യത്തെ കുറിച്ചാണ്. നമ്മുടെ സമൂഹം വളരണം, നമ്മുടെ കുടുംബം വളരണം, നമ്മുടെ അവസ്ഥകളിൽ മാറ്റം വരണം. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എല്ലാവരും ഇത് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കണം, ആത്മാവിൽ ഉണരണം. വിശ്വാസം മാത്രം പോരാ, അതിന് തത്തുല്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവൃത്തി കൂടി വേണം. പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനം, ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അറിയപ്പെടണമെന്നല്ല, എൻ്റെ ദൈവം അതിലൂടെ അറിയപ്പെടണം, എൻ്റെ ദൈവം അതിലൂടെ മഹത്വപ്പെടണം. അങ്ങനെയാണ് നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചു പോകുമ്പം ഞാൻ കണ്ട ചില പ്രത്യേകത പറയാം. യേശുവിനെ ഞാൻ കാണുന്നത് ഒരു പ്രഘോഷകനും പ്രാസംഗികനായിട്ടോ മാത്രമല്ല, തത്തുല്യമായ പ്രവൃത്തിയുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സമൂഹം വളർത്താൻ നമുക്കൊരു കടമയുണ്ട്, ഒരു വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ ഒരു കടമയാണ്. എന്നാ ചെയ്തോന്ന് വെക്കാൻ പറ്റിയല്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചാൽ പോയി, എന്തെങ്കിലും ആട്ടെ, എൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ പോയി, അത് സമൂഹത്തിന് അപകടകരമാണ്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് ലാഭം ഉണ്ടാകുന്നു, എൻ്റെ കാര്യം ഓക്കെയാണ്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കാര്യവും, ഞാനും എൻ്റെ പ്രസ്ഥാനവും എൻ്റെ കാര്യവും, ഞാനും എൻ്റെ സഭയും എൻ്റെ കാര്യവും, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. സമൂഹത്തെ കൂടി ചേർത്ത് വച്ച് ചിന്തിക്കണം. ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ സമൂഹത്തെ പണിതുയർത്തണം. ബാക്കി എന്തു കാര്യവും പണിതുയർത്തി, എല്ലാ കാര്യവും പണിതുയർത്തി സമൂഹത്തെ ഒപ്പത്തിനൊപ്പം പണിതുയർത്താൻ കഴിയാത്തതൊരു പരാജയത്തിന്റെ കാരണമല്ലേ? സമൂഹത്തെ പണിതുയർത്തണം, ജീവിതത്തെ പണിതുയർത്തണം. ഞാൻ യേശുവിൽ കണ്ടൊരു പ്രത്യേകത പറയാം. യേശു
5 അപ്പം 5000 പേർക്ക് കൊടുത്ത സാഹചര്യം, യേശു അവരോട് ദിവസങ്ങളോളം ദൈവത്തിന്റെ വചനമൊക്കെ പ്രസംഗിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ക്ഷീണമായി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ആത്മീയ കാര്യം മാത്രമല്ല ഈശോ ശ്രദ്ധിക്കുന്നതെന്ന് ഓർക്കണം. ആത്മീയ കാര്യം മാത്രമാണ് യേശു ശ്രദ്ധിക്കുന്നെങ്കിൽ ഇങ്ങനെയല്ലേ പറയേണ്ടത്? ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം, നമ്മൾ ഇത്രയും ദിവസമായി സമയം ഇച്ചിരി കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷീണവും വിശപ്പും ഒക്കെയാണ്, എത്രയും വേഗം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. ഈശോ അങ്ങനെ ആ ഒരു അഭിപ്രായമല്ല, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഈ അവസ്ഥയിൽ അവരെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ അവർ തളർന്നു വീഴും, വീട്ടിലെത്തത്തില്ല. അപ്പൊ നോക്കുക, യേശു അവരുടെ ആത്മീയ കാര്യം ശ്രദ്ധിച്ചു, അവരുടെ ഭൗതിക മണ്ഡലത്തിലേക്കും യേശു ഇറങ്ങിച്ചെന്നു. എന്തേലും ആട്ടെ, ചിന്തിച്ചില്ല. അവർ പോകുന്ന വഴിക്ക് വീഴും, അവിടെയൊക്കെ വീടുണ്ടല്ലോ, അവിടെ കയറിയൊക്കെ ഇറങ്ങി പൊക്കോളും, ആ കാര്യമൊക്കെ അവർ ശ്രദ്ധിച്ചോളും. അങ്ങനെയല്ല, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ, ആ അഭിപ്രായമല്ല പറഞ്ഞത്. ഇത്രയും നേരം അവർ ദൈവവചനമാണ് കേട്ടത്, ദൈവം എല്ലാം കാണുന്നുണ്ടോ? അല്ല, അവരെ ഭൗതിക കാര്യങ്ങളിലേക്ക് കൂടി ഇറങ്ങി ചെന്നു. അവർക്ക് അപ്പം കൊടുത്തു, അവർ വയറ് നിറഞ്ഞ് അവർ സംതൃപ്തരായി എന്ന് എഴുതിയിട്ടുണ്ട്. ഭൗതിക കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുന്ന അവസ്ഥ. യേശു പ്രവൃത്തി, അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ വന്നുണ്ടോ പ്രിയപ്പെട്ടവര്? യേശു അവിടെ അത് ശ്രദ്ധിച്ചെങ്കിൽ ഞാനും നിങ്ങളും ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കി എല്ലാ കാര്യവും ശ്രദ്ധിക്കും, അവരുടെ ഭൗതിക മണ്ഡലത്തിൽ മാത്രം അധികം ശ്രദ്ധിക്കത്തില്ല. ഒരു വിശ്വാസിയുടെ ഭൗതിക മണ്ഡലത്തിൽ ഒരു ആവശ്യം വന്നാൽ നമ്മുടെ കരം അവിടെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലണം, നമ്മുടെ കണ്ണുകൾ അവിടെ ചെല്ലണം, ആദ്യം നമ്മുടെ കാലുകൾ അവിടെ ചെല്ലണം, നമ്മുടെ സഹായം അവിടെ ചെല്ലണം. ഞങ്ങളുണ്ട് കൂടെ എന്ന് അഹ്റോനും ഹൂറും മോശയോട് പറഞ്ഞ പോലെ നമ്മൾ ഇരുവശങ്ങളിൽ നിൽക്കണം. അതിനുവേണ്ടിയാ നമ്മളുള്ളത്. അങ്ങനെ സമൂഹത്തെ വളർത്താൻ, വിശ്വാസത്തിൽ ഒന്നിച്ചു നിർത്താൻ നമുക്ക് കഴിയത്തുള്ളൂ. ആത്മീയ മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് വലിയൊരു കുറവായി മാറും. ആത്മീയ കാര്യങ്ങളിലേക്കും ഭൗതിക കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം, അവരുടെ ഭൗതിക ആവശ്യങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലണം. ഇതേപോലെ തന്നെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാതെ തിരിച്ചു വന്ന് അവർ ഭയങ്കര ദുഃഖത്തോടെ ഇരിക്കുമ്പം യേശു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, വള്ളത്തിന്റെ വലതുവശത്തിടുക. യേശുവിനിപ്പോ എന്താ, മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞാൽ പോരെ, സാരമില്ല, നാളെ വേറൊരു ദിക്കിലേക്ക് പോകാം, അഡ്ജസ്റ്റ്, ഇന്നെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്. ഇതല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, വലയിട്. അവരുടെ ഭൗതികമായ ആവശ്യങ്ങളിലും കൂടെ യേശു ശ്രദ്ധിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഏത് പദവിയിലുള്ളവരാകട്ടെ, അവരെങ്ങനെയാ ഭൗതിക കാര്യങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നത്തിലാണോ, എന്തെങ്കിലും കുടുക്കത്തിലാണോ, ഞങ്ങളുടെ സഹായം എന്തെങ്കിലും നിങ്ങൾക്ക് വേണമോ? ഭൗതിക മണ്ഡലങ്ങളിലും കൂടെ ശ്രദ്ധിക്കുമ്പം യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം മരിച്ചതാണ്. എന്നാൽ വിശ്വാസമുണ്ട്, ഒപ്പത്തിനൊപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ ആ വിശ്വാസം ജീവനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു കടമ എന്നാണെന്നറിയോ? നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി ജീവനോടെ നിലകൊള്ളണം. ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തെ കൊടുക്കുന്ന കാര്യത്തിൽ ജീവൻ ഉണ്ടാകണം. കാരണം ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ആ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നതും ആ ദൈവത്തിന് വേണ്ടി ഞാൻ പറയുന്നതും ജീവനോടെ ആയിരിക്കണം. ഒരു മരിച്ച പോലെ ആകരുത്. പലരും ജീവനുള്ള ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് ജീവനില്ലാത്ത പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് അഴിച്ചു പണിയണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാക്ഷ്യ ശുശ്രൂഷയുണ്ട്, ടെസ്റ്റിമണി. എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും അവിടെ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാണ്. വളരെ വളരെ നല്ലതാണ്. ഞാനും അതിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം, 10-15 മിനിറ്റ് കൊണ്ട് തീരുന്നൊരു ടെസ്റ്റിമണിയേ അതുള്ളൂ. ജീവിതത്തിൽ ഒരു സാക്ഷിയില്ല. ഉദാഹരണം പറയാം, ഒരാൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടാനോ, വീട് വെക്കാനോ, വിദേശ രാജ്യത്തേക്ക് പോകാനൊക്കെ പ്രാർത്ഥിക്കും, സൗഖ്യം കിട്ടാനൊക്കെ പ്രാർത്ഥിക്കും. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അവർക്കൊരു അനുഗ്രഹം, അവർ സാക്ഷ്യം പറയും. സാക്ഷ്യം അവിടെ പറയും, മൈക്കെടുത്തോ അല്ലാതെയോ മുന്നിൽ നിന്ന്, ഞാൻ ഇന്ന പോലെ പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവം ഇടപെട്ടു,
എൻ്റെ കാര്യം ദൈവം സാധിച്ചു തന്നു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, സാക്ഷ്യം തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേവലം 5, 10, 15 മിനിറ്റ് കൊണ്ട് തീരുന്ന സാക്ഷ്യമാണ് നമ്മുടെ സാക്ഷിയല്ല. ജീവിതത്തിൽ ഒരു പൊടി പോലും ആ സാക്ഷിയില്ല. പ്രിയപ്പെട്ടവർ, എന്തിനാ ഒരു കാര്യം പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നെന്നറിയോ? മൈക്കെടുത്ത് ഇന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോ സൗഖ്യം കിട്ടിയെന്ന് കേവലം 5, 10 മിനിറ്റോ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം അല്ല സ്വർഗത്തിലെ ദൈവം ഇത് തന്നപ്പോൾ ആഗ്രഹിച്ചത്. പിന്നെയോ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ പറയണം? എൻ്റെ ജീവിതത്തിലൂടെ പറയണം, എൻ്റെ വാക്കിലൂടെ പറയണം, എൻ്റെ പ്രവൃത്തിയിലൂടെ പറയണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അത് ഒരു ദിവസം, ചിലപ്പോൾ 2 ദിവസം പറയുമായിരിക്കും. ജീവിതത്തിൽ പറയുവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഈ ലോകത്തിൽ നിന്ന്, ആ ലോകത്തിൽ ദൈവത്തിൽ നിന്നൊരു കുഞ്ഞനുഗ്രഹം പോലും പ്രാപിക്കാത്ത ഒരു മനുഷ്യരില്ല. ദൈവത്തിന്റെ സ്നേഹം എന്നാന്ന് ഒരു പൊടിക്കെങ്കിലും അനുഭവിക്കാത്ത ഒരു മനുഷ്യർ ഈ ഭൂമിയിലില്ല. പക്ഷേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മൾ സാക്ഷ്യപ്പെടുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു മാഗസിനിൽ കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊടുത്തു, അവിടെ പോയി പറഞ്ഞു, അപ്പുറത്ത് പോയി പറഞ്ഞു, എൻ്റെ നേർച്ച പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം കൊണ്ട് പറയണം. നിങ്ങളൊരു കുടുംബനാഥനോ കുടുംബനാഥിയോ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മരണം വരെയും പറയണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുള്ളതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. ജോലിയില്ലാതിരുന്ന സമയത്ത് ജോലി തന്ന ഒരു ദൈവത്തിൻ്റെ കര ഞാൻ ഇന്നും കാണുന്നു. അത് 10 വർഷം കഴിഞ്ഞാലും ആ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രത്യേകത എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുമ്പം ഇത് കേൾക്കുന്ന എൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറയിൽ അവരിത് കേൾക്കുമ്പോൾ അവരുടെ ചെവിയിലൂടെ കേട്ട് ബുദ്ധിയിലൂടെ കയറി ഇറങ്ങി മനസ്സിലൂടെ കയറി ഇറങ്ങുമ്പം 1000 വട്ടം അത് പറയുമ്പം ദൈവം അവരുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ അവരുടെ ഉള്ളിൽ ദൈവം വളരാൻ തുടങ്ങും, വിശ്വാസം വളരാൻ തുടങ്ങും, ആത്മീയത വളരാൻ തുടങ്ങും. പിന്നെ അവർ വിശ്വാസ ജീവിതത്തിൽ നിന്നും മാറിപ്പോകത്തില്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ പുസ്തകത്തിന് 1-ാം പേജ് മുതൽ 50-ാം പേജ് വരെ ചൊല്ലി തീർത്ത് അർത്ഥമറിയാതെ ചെല്ലുന്നതിന്റെ പേര് മാത്രം പ്രാർത്ഥനയെന്നല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനയൊന്നും ചെല്ലണ്ടേ? ചെല്ലണം. പക്ഷെ കുറഞ്ഞ സമയം എന്തിനു മാറ്റിവെക്കണം എന്നറിയാമോ? നിങ്ങളുടെ കുടുംബത്തിൽ ചില നന്ദി പ്രാർത്ഥന നടത്തണം. എങ്ങനെ നടത്തണം? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 18 വർഷം മുമ്പ്, 26 വർഷം മുമ്പ് എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. ഇന്നലെ എന്നെ അനുഗ്രഹിച്ച ദൈവമുണ്ട്, എന്നെ കരുതിയ ദൈവമുണ്ട്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അത് ഉറക്കെ പറയണം. കുടുംബത്തിൽ എല്ലാവരും അത് കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങളറിയാതെ കുടുംബത്തിൻ്റെ ആത്മീയ മണ്ഡലം ശക്തിപ്പെടും, ആത്മീയ മേഖല ഉണരും, വിശ്വാസത്തിൽ ശക്തിപ്പെടും. ഒരു വ്യക്തി, ഒരു കുഞ്ഞു പോലും ഈ മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് സ്നേഹത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും ബന്ധത്തിന്റെ പേരിലോ പോകാൻ തയ്യാറാകത്തില്ല. അങ്ങനെ പറയാൻ കാരണം അവരുടെ കുടുംബത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും കിട്ടിയ ഒരു വിശ്വാസത്തിന്റെ ബലമുള്ള ഒരാത്മാവ് അവരുടെ ഉള്ളിടത്തോളം കാലം അവർ യേശുവിനെ മറന്ന് ഒരു കാര്യവും ചെയ്യില്ല. പക്ഷെ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ബലമുള്ള ഒരു ആത്മീയതയില്ല. ആടുന്ന കാറ്റത്താടുന്ന ഞാങ്ങണ പോലത്തെ ഒരു വിശ്വാസമുള്ളൂ. അങ്ങോട്ടാണ് അങ്ങോട്ട്, ഇങ്ങോട്ടാണ് ഇങ്ങോട്ട്, എന്തായാലും കുഴപ്പമില്ല. ആ ചിന്ത മാറണമെങ്കിൽ നമ്മൾ ഉണരണം. ഉണർന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു വലിയ വില കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യമാകണം, യേശുവിനെ കൊടുക്കുന്നവരാകണം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഉറ കെട്ടുപോയാൽ പോയി, പിന്നെ എന്തു പറ്റും? മനുഷ്യരാലിട്ട് ചവിട്ടും, വലിച്ചെറിയും. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ ചിലരൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്താ പ്രത്യേകത? ഉപ്പിന് ഉറ കെട്ടുപോവുക എന്ന് പറഞ്ഞാൽ ആ ഉപ്പിന് നിറം പോയി എന്നല്ല, ഉപ്പിൻ്റെ വലിപ്പം, ആ ഉപ്പിൻ്റെ ആ ഒരു അളവിൻ്റെ വലിപ്പം കുറഞ്ഞു എന്നല്ല, അതിന് ആ ഉപ്പുരസമില്ല. കാഴ്ചയ്ക്കൊന്നും ഒരു കുഴപ്പമോ മാറ്റവും വന്നിട്ടില്ല. അത് വെളുത്തൊക്കെ തന്നെ ഇരിക്കുന്നു, അതിൻ്റെ രൂപത്തിന് മാറ്റമില്ല, ഉറയില്ല, ഉപ്പില്ല, അതിനകത്ത് ഉപ്പുരസമില്ല. അപ്പോൾ എടുത്ത് പറമ്പിലേക്ക് എറിയും. നമ്മുടെ സമൂഹത്തെ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഈ വചനവുമായി ചേർത്ത് ചിന്തിച്ചാൽ എന്തറിയോ? ആ ഉപ്പിന് ഉറയില്ല എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് രസമില്ല. നമ്മളുണ്ട് ഇവിടെ, പേരിന് നമ്മളൊരു വിശ്വാസിയാണ്, കാര്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഒരു പ്രാർത്ഥനയൊക്കെ വീട്ടിൽ നടപ്പുണ്ട്. പക്ഷെ ആ ബലമില്ല, ആ ഉപ്പിന് രസമില്ല എന്ന് പറഞ്ഞ പോലെ, ആ ഉറയുള്ള ഉപ്പ്, ആ രസമുള്ള ഉപ്പെന്ന് പറഞ്ഞ പോലെ ബലപ്പെട്ട ഒരു വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ എറിയപ്പെടുന്നതും ചവിട്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. ഈശോ പറഞ്ഞ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകാനാ. എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും ഉപ്പ് വേണം. അതെത്ര നല്ല വിലയുള്ള ഭക്ഷണമാണെങ്കിലും അതിനകത്ത് ആവശ്യം വേണ്ട ഉപ്പില്ലെങ്കിലുണ്ടല്ലോ
അതിൻ്റെ രുചി എല്ലാം പോകും. ഏറ്റവും നല്ല മസാല ഇട്ടു, ഏറ്റവും നല്ല എല്ലാം നല്ലത് ഇട്ടു, പക്ഷെ ഉപ്പ് മാത്രം ഇട്ടില്ലെങ്കിലോ അതിന് രുചി ഉണ്ടാവില്ല. അതിൻ്റെതായ ഒരു കുറവുണ്ട്. പക്ഷെ ഒരു ഭക്ഷണ പദാർത്ഥത്തിന് ഉപ്പില്ല എങ്കിലത് പെട്ടെന്ന് അറിയാനും പറ്റും, പെട്ടെന്ന് അതറിയാൻ പറ്റും. അന്നേരം ആളുകൾ പറയും മസാല ഇല്ലെന്ന് പറയുന്നേക്കാൾ വേഗത്തിൽ പറയും ഉപ്പില്ലെന്ന് പറയും. ഈശോ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പാകാൻ ദൈവം അയച്ചവരാണ് നമ്മൾ. എല്ലാത്തിനും, സമൂഹത്തിനും ദേശത്തിനും വീടിനും അനുഗ്രഹമാകേണ്ടവർ, രുചി കൊടുക്കേണ്ടവർ, രുചിയാകേണ്ടവർ. അങ്ങനെ ജീവിതം മനോഹരമാക്കാനാണ് നമുക്ക് വിളിയുള്ളത്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നിങ്ങളെ വിമർശിച്ചു എന്നല്ല, ഞാൻ എന്നെ കൂടി വിമർശിച്ചുകൊണ്ടും എന്നെ കൂടി തിരുത്താൻ ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. പറയാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പറയാൻ ആഗ്രഹിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങളാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മുടെ സാക്ഷ്യം, നമുക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ ലൈഫ് ലോങ് നമ്മളൊരു സാക്ഷിയാകണം. ദൈവത്തെ കൊടുക്കുന്നവരാകണം. ദൈവത്തെ കൊടുക്കുന്നവരായാലേ. സമറിയാക്കാരി സ്ത്രീ എന്ത് യോഗ്യത ഉണ്ടായിട്ടാ പട്ടണത്തിലേക്ക് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്? വെള്ളം കോരാൻ ഓടി വന്നു എന്നല്ല എഴുതിയത്. വെള്ളം കോരാൻ സാധാരണ പോലെ നടന്നാ വന്നേ. പക്ഷെ യേശുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ കാര്യത്തിനും പതുക്കെ ചെയ്യുന്നതിലും യേശുവിനെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ അയൽവാസി കൊടുക്കുന്നതിൽ നമ്മൾ ഓടണം, തീഷ്ണത വേണം. യേശുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ നാണമോ ചമ്മലോ ആവശ്യമില്ല. ഏതൊരു വ്യക്തിയോടും ഞാൻ അറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പറയണ്ടേ, ഞാൻ അറിഞ്ഞ് എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ പറയണ്ടേ, ഈ ദൈവം എന്നെ വീട് വെക്കുന്ന കാര്യം സഹായിച്ചു എന്ന് ഞാൻ പറയണ്ടേ, ജോലി കിട്ടുന്ന കാര്യത്തിൽ സഹായിച്ചു എന്ന് പറയണ്ടേ, എൻ്റെ ജീവിതത്തിൽ സഹായിച്ചു എന്ന് ഞാൻ പറയും. മനസ്സിൽ വെക്കേണ്ട കാര്യമാണോ ഇത്? സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്ന് അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയ യേശു, അവൾ ആ യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഓടി. അത് മനസ്സിൽ വെച്ച് വീട്ടിൽ ചെന്ന് വാതിലടച്ച് 3 പേരോട് പറഞ്ഞു എന്നല്ല, പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു. യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഓടി. ഈ സമറിയാക്കാരി സ്ത്രീ ചെയ്തതിൻ്റെ 4-1 നമ്മൾ ചെയ്യണ്ടോ? 4-1 നമ്മുടെ അതിനേക്കാളൊക്കെ എത്രയോ അനുഭവവും അനുഗ്രഹവും ഉള്ളവരാ നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളാരും ബാക്കി എല്ലാത്തിനും നമ്മൾ ഓടിയാലും യേശുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകിലാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. നമ്മുടെ പരിചയം, നമ്മുടെ വീട്ടിൽ വരുന്നവർ യേശുവിനെ കുറിച്ച് പറയാൻ നമുക്കെന്തോ ഒരു മടിയും ചമ്മലും ഉണ്ട്. നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ച് പറയാൻ നമുക്ക് മടിയുണ്ട്. എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും കുരിശിൽ മരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും കുരിശിൽ പീഡയേറ്റിട്ടില്ല. എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും സഹിച്ചിട്ടില്ല യേശു അല്ലാതെ. ആ യേശു എനിക്ക് അഭിമാനമാണ്. ആ യേശുവിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ധൈര്യമാണ്. ആ യേശുവിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അതെൻ്റെ അഭിമാനമാകണം. യേശുവിനെ കൊടുക്കുന്നത്, എൻ്റെ അയൽവാസികളോട് ഞാൻ അറിഞ്ഞ് യേശുവിനെ കുറിച്ച് പറയുന്നത് എനിക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരെയും മതം മാറ്റണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞ് യേശുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല. ഞാൻ അറിഞ്ഞ് യേശുവിനെ ആരുടെ മുമ്പിലും പറയും, ആരുടെ മുമ്പിലും പറയും. ഞാൻ അറിഞ്ഞ യേശുവിനെ ആരോട് ഞാൻ പറയാൻ കടപ്പെട്ടയാളാ. യേശുവിനെ കൊടുക്കാൻ ഓടി. പട്ടണത്തിൽ നിന്ന് പല കാര്യങ്ങൾക്ക് പട്ടണത്തിൽ വന്ന ആളുകൾ ഇവളുടെ വാക്ക് കേട്ട് അവൾ അറിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വന്നു. നമ്മൾ എത്ര പേരെ യേശുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ വാക്ക് കേട്ട് ആരൊക്കെ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? നമ്മുടെ വാക്ക് കേട്ട് ആരൊക്കെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ നമുക്ക് തലകുനിക്കേണ്ടി വരും. കാര്യം നമ്മൾ വലിയ വിശ്വാസികളാന്ന് പറഞ്ഞാലും നമ്മളിലൂടെ അധികമാരും യേശുവിനെ അറിഞ്ഞിട്ടില്ല. നമ്മളിലൂടെ അനേകർ യേശുവിനെ അറിയാൻ ഇടയാകണം. അത് നമ്മുടെ അഭിമാനത്തിൻ്റെ ഒരു വിഷയമാകണം. ഏത് വാഹനത്തിലാണേലും, ഏത് യാത്രയിലാണേലും, ഏത് സ്ഥലത്താണേലും എനിക്ക് അനുയോജ്യമായൊരു സാഹചര്യം വരുമ്പം ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തണം. ഞാൻ അറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം എത്തുമ്പം സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രേ സമയം ദൈവവചനത്തിലൂടെ പറഞ്ഞത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനമാണ്. നമ്മുടെ സമൂഹം ഉണർന്നെഴുന്നേൽക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സമൂഹത്തിൻ്റെ, ഏത് സമൂഹമാണെന്ന് ഞാൻ പറയുന്നില്ല, ആ സമൂഹത്തെ പണിയാൻ വേണ്ടി ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ഒരു മെസ്സേജ് അയച്ചത് യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ കിട്ടി. അതെനിക്ക് അയച്ചതല്ല, എനിക്ക് യാദൃശ്ചികമായ ഒരാൾ സെൻഡ് ചെയ്തതാണ്. എന്നെ എഴുതിയിരിക്കുന്നതാണ്. അത് ഏത് മതമാണ്, ഏത് സമൂഹമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവർ പറയുകയാണ്, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പഠിക്കുന്ന 5 കുട്ടികളെ വീതം നമ്മൾ തിരഞ്ഞെടുത്ത്
സിവിൽ സർവീസ് പോലുള്ള നല്ല എക്സാം എഴുതാൻ അവരെ പ്രാപ്തരാക്കാൻ ആലോചിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇത്ര ഏരിയയിൽ ഇത്ര കുടുംബങ്ങളിൽ അതിനകത്തുള്ള 5 കുട്ടികളെ വീതം എടുക്കുകയാണ്. ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുവാണ്, അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, അതിൻ്റെ ചിലവുകൾ മുഴുവൻ സമൂഹം വഹിക്കും. സമൂഹം വഹിക്കും, ആ വീടല്ല, സമൂഹം വഹിക്കും. ഞാൻ ചിന്തിച്ചു, ദൈവമേ, എത്രയോ മനോഹരമായിട്ട് അവർ ചെയ്തു എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അവരുടെ സമൂഹത്തിലുള്ളവർക്ക്, ആ സമൂഹത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബലമാണ്. ഞങ്ങളുടെ സമൂഹം ആ സമൂഹത്തിൻ്റെ ഒരു ബലം ഭയങ്കരമാണ്. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലും പഠിക്കാൻ കഴിവുള്ളവരുണ്ട്. എന്തു ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നൊന്നും പലർക്കും അറിയത്തില്ല. നിർദ്ദേശങ്ങൾ കൊടുത്ത് സമൂഹത്തെ കൂടി പഠിക്കുന്ന മാത്രമല്ല, ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവുണ്ട്, ഓരോരുത്തർക്കും ഓരോ മികവുണ്ട്, ഓരോരുത്തർക്കും ഒരു താലന്തുണ്ട് ദൈവം കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ച് അവരെ ഡയറക്റ്റ് ചെയ്താൽ, അവരുടെ കുടുംബം, മാതാപിതാക്കൾക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച്, അഭിരുചി അനുസരിച്ച് അവരെ ഒന്ന് ഡയറക്ഷൻ കൊടുത്താൽ, നമ്മുടെ സമൂഹത്തെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമൂഹം പണിയപ്പെട്ടു വരും. വിശ്വാസത്തിലും ഭൗതിക കാര്യത്തിലും കൂടെ അവരെ പഠിക്കാൻ കഴിവുള്ളവരെ, വലിയ കോഴ്സുകൾ പഠിപ്പിക്കാൻ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമൂഹം അതേറ്റെടുത്ത് അവരെ പഠിപ്പിക്കുമ്പം അവർ സമൂഹത്തിനും കൂടി ഒരു ഗുണകരമായി മാറും. സമൂഹത്തിനും ലോകത്തിനും എല്ലാവർക്കും ഒരു അനുഗ്രഹ കാരണമായി മാറും. ഇതേതർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്നറിയില്ല, എങ്കിൽ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത് നന്മയായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നന്മയായിട്ടുള്ള കാര്യം നമ്മുടെ സമൂഹത്തെ ആത്മീയമായിട്ട് മാത്രമല്ല, ഭൗതികമാര്യത്തിലും നമ്മൾ പണിതുയർത്തണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ ഓരോരുത്തരും. ഒരാൾക്കൊരു വയ്യായ്മ വന്നാൽ സൈഡിൽ നമ്മൾ നിൽക്കണം. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും അതിലെ കടന്നുപോയി. അവിടെ ഒരു മനുഷ്യൻ കവർച്ചക്കാരനാൽ പിടിക്കപ്പെട്ട് വഴിയരികിൽ വീട് രക്തത്തിൽ കിടപ്പുണ്ട്. അവരെല്ലാം ഇവർ കണ്ടെങ്കിലും ഇവരൊക്കെ വേഗം അവരുടെ ചടങ്ങിലേക്ക് പോയി. പക്ഷെ നല്ല സമറിയാക്കാരൻ അവിടെ വരുമ്പം അവിടെ നിന്നിറങ്ങി ആ മനുഷ്യനെ എടുത്ത് എണ്ണയും വെള്ളവും ഒഴിച്ച് കഴുകി മുറിവ് വൃത്തിയാക്കി കഴുതപ്പുറത്ത് കയറ്റി അടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചികിത്സയ്ക്ക് ആവശ്യമായ സകല കാര്യം ചെയ്തിട്ട് യേശു പറഞ്ഞുണ്ട്, ഇവനാ ഏറ്റവും നല്ല അയൽക്കാരൻ, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. വേറൊരു പ്രത്യേക കാര്യമുണ്ട് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ ഒരാളെ ദൈവം രക്ഷപ്പെടുത്തിയാൽ, ദൈവം നിങ്ങളെ ഒരാളെ ഉയർത്തിയാൽ, നിങ്ങളെ ഒരാളെ ദൈവം ജോലിയിലോ സാമ്പത്തികത്തിലോ അനുഗ്രഹിച്ചാൽ, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള 1-2 പേരെയെങ്കിലും ഒരു നിയോഗം പോലെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരണം. ഇനി ഇത് സ്വീകരിച്ചവരെല്ലാം ഓർക്കണം, നമുക്കൊരു പ്രത്യേകത, നമ്മളിലുള്ളൊരു പ്രത്യേകത, നമ്മൾ തിരിച്ച് നന്ദിയുള്ളവരാകുന്ന കാര്യത്തിൽ ഒരല്പം പുറകിലാണ്. അതായത് ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട് വെച്ച് കൊടുത്ത ആള് ചിലപ്പോൾ 50,000 രൂപയെ തന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിനുള്ള കടപ്പാട് ആ വീട് സ്വീകരിച്ച നിങ്ങൾക്ക് എന്നും മരണം വരെയും ഉണ്ടാകണം. ആ തന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ കണ്ട ഒരു 1-2 സ്ഥലത്ത് കണ്ടൊരു പ്രത്യേകത, നമ്മളൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട് വെച്ച് കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആരോ പറഞ്ഞു, അവിടെ 10 കോടി രൂപ വന്നു, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നേ ഉള്ളൂ. അത് കേൾക്കും നമ്മളങ്ങോട്ട് വെപ്രാളപ്പെടും, നമ്മളെന്നിട്ട് പ്രതികരിക്കാൻ പോകും, അവരെ കുറ്റപ്പെടുത്താൻ പോകും. പ്രിയപ്പെട്ടവരെ, അവരും ഇവരും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ എടുത്ത് ചാടരുത്. എനിക്ക് ഈ മനുഷ്യരിലൂടെ, ഈ വ്യക്തിയിലൂടെ, ഈ ദേവാലയത്തിലൂടെ എനിക്ക് ഒരു വീടാ തന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നന്ദിയോടെ ഓർക്കും, അവരെക്കുറിച്ച് നല്ലത് പറയണം. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. 50,000 രൂപ നിങ്ങൾക്ക് തന്നു, തിരിച്ച് 50,000 രൂപ കൊടുക്കാനില്ലേലും 50,000 രൂപ തന്നെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രാർത്ഥനയും വാക്കുകൊണ്ടുള്ള സപ്പോർട്ടും സഹായവും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. നമുക്കൊരാൾ ഒരു അനുഗ്രഹം തന്നാൽ മരണം വരെയും ആ വ്യക്തിയോട് നന്ദിയുള്ളവനായിരിക്കണം, നന്മയോടെ ചിന്തിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ കുറെ പേര് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉടനെ അവിടെ കിടന്ന് ബഹളം വെച്ച് ബദ്ധശത്രുക്കളായി പോവും. കൊടുത്ത വ്യക്തി പിന്നീട് ചിന്തിക്കും, ഇനി ഞാനായിട്ട് ഒരാൾക്കും ഒരു അനുഗ്രഹം, ഒരു ഉപകാരം ഞാൻ ചെയ്യുന്നില്ല. എന്തിനാ ചെയ്യുന്നേ? അങ്ങനെ ഞാനായിട്ട് ഇനി ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ആരും പെരുമാറരുത്, ആരും പ്രവർത്തിക്കരുത്. ഒരാളെ ജോലിക്ക് കൊണ്ടുപോയി, ആദ്യം ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ജോലി എവിടെയെങ്കിലും ശരിയാക്കി തരാമോ എന്ന് ചോദിച്ച് വേറെ ആളൊക്കെ മനസ്സ് കാണിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പം
ഈ മനുഷ്യനെതിരെ ഈ കൊണ്ടുപോയ ആൾ തിരിഞ്ഞു. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ കോലാഹലം ഉണ്ടായി, ബദ്ധശത്രുക്കളായി, വഴക്കുണ്ടായി. അത് വലിയ കലഹത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവർ, നമ്മൾ എല്ലാം ജഗഞ്ഞ് നമുക്ക് അനുഗ്രഹം തന്ന ആളിൻ്റെ ആ ഒരു നന്മയെ കെടുത്തി കളയരുത്. നമ്മൾ എന്നും നന്മയുള്ളവരും നന്ദിയുള്ളവരും ആയിരിക്കണം. ബൈബിളിൽ പറഞ്ഞിട്ട് യേശു മനസ്സലിഞ്ഞു എന്ന്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ മനസ്സ് അലിയുന്ന മനസ്സ്. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാം മനസ്സലിവുള്ളവരാകണം. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ കൈപിടിച്ചുയർത്താൻ കഴിയുന്നിടത്തോളം ഉയർത്തണം. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ലെങ്കിൽ പോലും ചെയ്യേണ്ടത് ചെയ്യണം. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം വരെ നമ്മളെ കേട്ട, ദൈവവചനത്തിലൂടെ എന്നെ കേട്ട, ഇതിലേതെങ്കിലും വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ മനസ്സിൽ നന്മയായിട്ടുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു ശരിയായില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ പ്രാർത്ഥിക്കണം. അത് നന്മയായിട്ട് മാറട്ടെ, ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമ്മുടെ സമൂഹം വളരണം. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടെ ആയിരിക്കണം. വിശ്വാസത്തെ മാത്രമല്ല പണിയേണ്ടത്, അവരുടെ ഭൗതിക മണ്ഡലങ്ങളോട് ഇറങ്ങിച്ചെല്ലുന്ന ഒരവസ്ഥ നമുക്ക് വേണം. ഒരു മനുഷ്യൻ വേദനിക്കുകയാണ്, അവൻ്റെ ഇരുവശത്തും പോയി നിന്ന് സപ്പോർട്ട് ചെയ്യണം. തളരണ്ട, വിഷമിക്കണ്ട, ഞങ്ങളുണ്ടെന്ന് പറയുന്നൊരു വാഗ്ബലം കൊടുക്കാൻ കഴിയണം. ഒരാളുടെ ഒരു ആവശ്യ നേരത്ത് നമ്മുടെ കണ്ണുകളായിരിക്കണം ആദ്യം അതാ കാണേണ്ടത്. നമ്മുടെ കൈയായിരിക്കണം ആദ്യം അവിടെ ചെയ്യേണ്ടത്. നമ്മുടെ കാലുകളായിരിക്കണം ആദ്യം അവിടെ എത്തേണ്ടത്. നമ്മുടെ സഹായമായിരിക്കണം ആ വ്യക്തി ആദ്യം അനുഭവിക്കേണ്ടത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കടമയാണത്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും തരട്ടെ. ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഒരു ഉണർന്നെഴുന്നേൽപ്പ് വേണം, ഒരു കെട്ടുറപ്പ് വേണം, വിശ്വാസത്തിൽ ഒരു കൂട്ടായ്മ വേണം. അതിനേക്കാളെല്ലാം ഉപരി പരസ്പരം സഹായം, പരസ്പര സപ്പോർട്ട് വേണം. പ്രിയപ്പെട്ടവരെ, പരസ്പരം സഹായവും സപ്പോർട്ടും ഇല്ലാതെ നമ്മുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കത്തില്ല. നമ്മൾ മുട്ടിന്മേൽ നിന്ന് തപസ്സിരുന്നാലും സ്വർഗം നമ്മുടെ പ്രാർത്ഥനയിൽ സന്തോഷിക്കത്തില്ല. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മതി. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് പറയില്ലേ? നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം ഉണ്ടെന്നേ. വാക്കുകൊണ്ടെങ്കിലും നമുക്കൊരാളോട് പറയാൻ പറ്റില്ലേ? നമ്മളെ കൊണ്ടാവും. നമ്മുടെ കയ്യിൽ 1000 രൂപയോട് 10 രൂപ കൊടുക്കാൻ പാടില്ലേ? നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള പരസ്പര സഹായമുള്ള മനുഷ്യർ നമ്മളുടെ സൽപ്രവർത്തികൾ കാണണം. എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടാൻ ഇടയാകണം. ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം. അല്ലാതെ നമ്മൾ വളരണം, നമ്മുടെ വീട് വളരണം, നമ്മുടെ പ്രസ്ഥാനം വളരണം മാത്രമല്ല, നമ്മളിലൂടെ അനേകർ ദൈവത്തെ മഹത്വപ്പെടാൻ ഇടയാകണം. അതിനുള്ള അനുഗ്രഹവും കൃപയും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന്, നമുക്ക് എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഈ ഒരു വിത്ത് പാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്കെന്നും ഒരു ബലമാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ ശരിക്കും അതിൽ എടുക്കേണ്ടത്, ഉൾക്കൊള്ളാനുള്ള കഴിവും കൃപയും പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പരിശുദ്ധ അമ്മയുടെ നല്ല മാധ്യസ്ഥം എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആരാധിച്ചിടും ഞാൻ എൻ നാഥനീശുവേ, ആരാധിച്ചിടും ഞാൻ എൻ നാഥനീശുവേ. നീ മാത്രമെൻ നാഥൻ, ദിവ്യകാരുണ്യമേ. നീ മാത്രമെൻ നാഥൻ, ദിവ്യകാരുണ്യമേ. ആരാധന
ഈശോയെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാൻ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാൻ. കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. ആരാധന 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 ആരാധന. ഈ മിസ്ബാ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സഭയെ സ്വന്തമായി ഏറ്റെടുക്കുവാൻ, സഭാ മക്കളുടെ പ്രശ്നങ്ങൾ സ്വന്തമെന്ന് കരുതി അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ, സമുദായത്തിലെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സ്നേഹാഗ്നി നിറയുവാൻ നമുക്ക് ഒരുമിച്ച് നമ്മളായിരിക്കുന്നിടങ്ങളിരുന്നു കൊണ്ട് ദിവികാരനാഥനെ പൂർണ്ണശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ പാടി ആരാധിക്കാം. മിശിഹായി നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. മിശിഹായി നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. കരുണാമയനേ എനിക്കെന്നും നീ അഭയം. കരുണാമയനേ എനിക്കെന്നും നീ അഭയം. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. ചേർന്ന് ഈശോയേ ആരാധന, ഈശോയേ ആരാധന. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. റൂഹായെ ആരാധന, റൂഹായേ ആരാധന, റൂഹായേ ആരാധന. റൂഹായേ ആരാധന, റൂഹായേ ആരാധന. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എല്ലാ കുടുംബങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ 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 സകല വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ 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 എല്ലാ ഘോഷരോട് ചേർന്ന് ഹല്ലേലൂയ 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 എല്ലാ മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ കൈകൾ വീശി ഹല്ലേലൂയ 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 ആരാധന 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 ഒരിക്കൽ കൂടി ആരാധന 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 ആരാധന. നമുക്ക് ദീപികാര സന്നിധികൾ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. രാവൻ സർവമഹത്വത്തോടുകൂടി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന കൊച്ചു കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന കൊച്ചു കോൺവെൻറ്റിൽ, അത് പ്രിയപ്പെട്ടവരെ തിരുസഭയിൽ അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന അനേകരോട് ചേർന്ന് നമ്മൾ ഈശോയെ കുമ്പിട്ട് ആരാധിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈ മിസ്ബാ കൺവെൻഷനിൽ നമുക്ക് പങ്കെടുക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. നമ്മൾ കേട്ട വചനത്തിൽ ആ വചനം നമ്മളെ മാംസം ധരിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി സഭാ മക്കളല്ലാതെ ആരാണ് പ്രാർത്ഥിക്കാനുള്ളത്? സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമ്മുടെ സഭയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കേ സാധിക്കത്തുള്ളൂ. എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. സഭയുടെ എല്ലാ മേഖലകളെയും സ്വന്തമെന്ന് കരുതുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനിലൂടെ ഈശോ നമുക്ക് വചനം തന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ശക്തരായ നേതാക്കന്മാർ വേണം. മോശയെപ്പോലെയുള്ള നല്ല നേതൃത്വം നമുക്കിന്ന് ദൈവസന്നിധിയിൽ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം മോശയെ നൽകി, തുടർന്ന് ജോഷുവായെ നൽകുന്നു. ആ വലിയ നേതൃത്വത്തിൽ നിന്നാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നാണ് ദേശങ്ങൾ കീഴടക്കി അവർ കാനാൻ ദേശത്തിലേക്ക് എത്തുവാൻ ഇടവന്നത്. കർത്താവേ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നല്ല സമുദായ നേതാക്കന്മാരെ കിട്ടുവാൻ, സഭാ നേതാക്കന്മാരെ കിട്ടുവാൻ നമുക്ക് ദാഹിക്കാം. കർത്താവെ, ചെതറിപ്പോയിരിക്കുന്ന സഭാ സമൂഹത്തെ ഒന്നിച്ചു നിർത്തി ഒന്നിച്ച് മുന്നേറുവാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഒരുപക്ഷെ പകർച്ചവ്യാധിയുടെയും കാലഘട്ടത്തിൽ ചിന്നിച്ചെതറി നിൽക്കുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി ഒറ്റ ശക്തിയായി നിൽക്കുവാൻ, ചെതറിപ്പോയ 12 ഗോത്രങ്ങളെയും മോശ ഒന്നിപ്പിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് നല്ല സമുദായ നേതാക്കന്മാരെ തരണമേ. മോശയെപ്പോലെയുള്ള ആത്മീയ നേതാക്കന്മാരെ തരണമേ. കാനാൻ ദേശം ലക്ഷ്യമാക്കി മോശയും അഹ്റോനും നയിച്ചു. മോശയെപ്പോലുള്ള ആത്മായ ശുശ്രൂഷകരും അഹ്റോനെ പോലെയുള്ള പൗരോഹിത്യ ശുശ്രൂഷകരെയും ഒന്നിച്ച് നിർത്തി സഭയെ പണിവാനേ. അങ്ങനെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഭയിൽ സംഭവിക്കട്ടെ. ഒരുമിച്ച് ഈരടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലും ആകുവാൻ ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലും ആകുവാൻ
സാധിക്കുമെങ്കിൽ ഈശോയുടെ പക്കലേ കരങ്ങൾ നീട്ടി കഥാവെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുവാൻ മോശയോട് ചേർന്ന് അഹ്റോനും ഊറും നിന്നു അവരവരുടേതായ കൃത്യതയോടുകൂടി പ്രാർത്ഥിക്കുവാനും ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചു. കഥാവെ തിരുസഭയുടെ അടുക്കള മുതൽ അൾത്താർ വരെ ശുശ്രൂഷ ചെയ്തവർ, വിവിധ സംഘടനകൾ, ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ടീമുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുവാൻ, സഭയെ പണിതുയർത്തുവാൻ, കഥാവെ ഇപ്പോഴുള്ള എല്ലാം ഐക്യക്കുറവ് മാറ്റപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ശത്രുവിതരെ ഒറ്റക്കെട്ടായി നിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അടുത്തുള്ളവരെ കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് കഥാവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ കൃപ തരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാക്കുവാൻ. ഈശോയുടെ കരങ്ങളിലേക്ക് വീണ്ടും ഈശോ നമുക്ക് അച്ഛനിലൂടെ വചനം തന്നു. നമ്മൾ വചനം കേൾക്കുന്ന വചനം കേൾക്കുന്നു, പക്ഷെ പ്രവൃത്തിയില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെതായ ബന്ധനത്തിൽ കഴിയുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം എൻ്റെ കുട്ടി രക്ഷപ്പെടണം, എൻ്റെ കുട്ടി IELTS പാസ്സാകണം, എനിക്ക് വീട് വേണം, എൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഈ കാലഘട്ടങ്ങളിൽ നീ എൻ്റെക്കാൾ ഉപരി നീ സഭയെ സ്നേഹിക്കുവാൻ, സഭയുടെ ഭാവിക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കാൻ ദൈവം വിളിക്കുന്നു. ജീവനം സമർപ്പിക്കണം, ജീവനം കൊടുക്കണം. എൻ്റെതായ സ്വാർത്ഥതകളിൽ നിന്ന് മോചനം കിട്ടണം. മറിച്ച് സഭയെ കാണുവാൻ, ലോകത്തിലുള്ള 740 കോടി ജനങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സഭയുടെ എല്ലാ മേഖലയിലും സുവിശേഷത്തിൻ്റെ ചൈതന്യം അലയടിക്കുവാൻ. കർത്താവേ, ഞങ്ങൾ എൻ്റെ ധ്യാനകേന്ദ്രം എന്ന ചിന്തയെല്ലാം വിട്ട് അടുക്കള മുതൽ അൾത്താര വരെ എല്ലാ ശുശ്രൂഷകരും ഒത്തൊരുമയോട് കൂടി സഭയെ പണിതുയർത്തുവാൻ കൃപ തരണമേ എന്ന് ഒരിക്കൽ കൂടി ഈരടി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാക്കുവാൻ. ഈശോയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായിരുന്നു യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നു. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒന്നാകാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഓരോരുത്തരും ദേവാലയമാണ്. ഓരോ വിശ്വാസികളും ദേവാലയമാണ്. നമ്മൾ ഒരുമിച്ച് വരുന്നതാണ് പ്രിയപ്പെട്ടവരെ തിരുസഭ. കത്തോലിക്ക സഭയിൽ, ക്രിസ്തീയ സഭയിൽ ഒരാളുടെ തളർച്ച എല്ലാവരുടെയും തളർച്ചയാണ്. സഭയ്ക്ക് എവിടെയെല്ലാം വിഷമവും പ്രയാസവും ഉളവാകുക, അതെല്ലാം നമ്മുടെയും പ്രയാസമാണ്. നമ്മുടെ കൈ വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കുകയാണ്. അല്ലെ, കൈക്ക് വേണ്ടി കൈയായിട്ടല്ല വേദനിക്കുന്നത്, ശരീരത്തിൽ മുഴുവൻ വേദന അനുഭവപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് അമ്മയെ, സഭയാണ് അമ്മേ, സഭയുടെ എല്ലാ മേഖലയിലും സഭയെ സ്നേഹിക്കുന്നൊരു ഹൃദയം ഉണ്ടാകുവാൻ, നമ്മൾ വചനം കേട്ടിട്ട് വെറുതെ കടന്നു പോകാതെ വചനം അനുസരിക്കുന്നവരായി നിസ്വാർത്ഥമായിട്ട് സഭാമക്കളെ സ്നേഹിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീർച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്ക് ഒഴുകുവാൻ, സഭയുടെ മേഖലയിൽ എവിടെയെല്ലാം ക്ഷതങ്ങളോ ക്ഷീണമോ ഉണ്ടോ അവിടെയെല്ലാം കടന്നു ചെന്ന് സഭയെ പണിതുയർത്തുവാൻ, അപ്രകാരം ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കാം, അമ്മേ സഭയാണ് അമ്മേ. അത് പാടുമ്പോൾ ഉള്ളൊരുക്കി പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, സഭയുടെ മക്കൾ ലോകത്തെവിടെയും വേദനിക്കുന്ന കാണുമ്പോൾ ഒരു കുഞ്ഞു പ്രാർത്ഥനകൾ ഉയർത്തുവാൻ, സഭയുടെ ഏതെങ്കിലും മേഖലയിൽ ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന തിരിച്ചറിയുമ്പോൾ അവരെ കൈകൾ നീട്ടി സഹായിക്കുവാൻ, സമ്പത്ത് പങ്കുവെക്കുവാൻ, ആരോഗ്യം പങ്കുവെക്കുവാൻ, കഴിവുകൾ പങ്കുവെക്കുവാൻ, അങ്ങനെ സഭാമക്കളെ
ഒരുമിച്ച് നിർത്തുവാൻ കർത്താവെ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും സഭയെ സ്നേഹിക്കുവാനുള്ള, സഭയുടെ പണക്കാരന് പാവപ്പെട്ടവനെന്നല്ല, എല്ലാവരെയും സ്നേഹിക്കുവാൻ, പാപിയെ സ്നേഹിക്കുവാൻ, സഭയ്ക്കുള്ളിൽ സഭയെ സ്നേഹിക്കുന്ന വിശുദ്ധരെയും സ്നേഹിക്കുവാൻ, സഭ വിട്ടുപോയവരെ സ്നേഹിക്കുവാൻ, അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ ഈ പാട്ട് പാടുമ്പോൾ ദൈവം ഞങ്ങൾക്ക് കൃപ തരും. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു, ഒരു ഗായകൻ വന്ന് പാടിയപ്പോൾ എലീശയുടെ മേൽ ആത്മാവ് നിറഞ്ഞതുപോലെ ഈ പാട്ട് പാടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സഭയെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം തരും. സഭയുടെ വേദന ഉൾക്കൊള്ളുവാനുള്ള കൃപ ദൈവം തരും. ആ വേദനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ശുശ്രൂഷകൾ കർത്താവ് നിങ്ങളിലൂടെ തുടക്കം കുറിക്കട്ടെ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. സഭയെ എവിടെയെല്ലാം നിന്ദനം അനുഭവിക്കുന്നു അതെല്ലാം ഓർക്കുമ്പോൾ ഒരിറ്റ് കണ്ണുനീര് വീഴുവാൻ, ഈശോയെ സഭയെ സ്നേഹിക്കുവാൻ, സഭയെ സ്നേഹിക്കുവാൻ. കഴിഞ്ഞ ദിവസം വട്ടാലച്ചിലൂടെ നമ്മൾ കേട്ടു, ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ സമുദായം സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ, വളർന്നു വരുന്നവരെ സഹായിക്കുവാൻ, കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുവാൻ, സമസ്ത മേഖലയിൽ ഉണർവുണ്ടാകുവാൻ നമ്മുടെ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും സഭാമക്കൾക്കായിട്ട് തുറക്കപ്പെടുവാൻ, എല്ലാ മേഖലയിലും സഭാമക്കൾക്ക് സ്വീകാര്യത ലഭിക്കുവാൻ, അങ്ങനെ സഭാമക്കൾക്ക് ഈ പത്രോസാകുന്ന പാറമേൽ പടുതുയർത്തപ്പെട്ട സഭ സ്വന്തം സഭയായിട്ട് അനുഭവപ്പെടുവാൻ നമുക്കൊരുമിച്ച് എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലംകൃതയായി നിൽക്കും തിരുസഭമാതാവേ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലംകൃതയായി നിൽക്കും തിരുസഭമാതാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. എല്ലാ മേഖലയും സഭയുടെ അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും സഭയെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ആരും മാറി നിൽക്കാൻ പാടില്ല. കർത്താവാണ് ഈ സമയം വരെ സഭയെ പണിതുയർത്തിയത്. ആ സഭയ്ക്കിന്ന് ധാരാളം ആവശ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സഭ, ആ സഭയുടെ കൂട്ടായ്മയിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. അതുമാത്രമല്ല, സഭയുടെ എല്ലാ കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് അനേക വിജാതിയരെ സഭയ്ക്കുള്ളിലേക്ക് സ്വീകരിക്കുവാൻ,
740 കോടി ജനങ്ങളെയും സ്വീകരിക്കുവാൻ തിരുസഭയുടെ മഹാജൂബിലിയായ 2033 ആകുന്നതിന് മുമ്പ് ലോകത്തെ സുവിശേഷവൽക്കരിക്കുവാൻ കർത്താവേ, സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി സഭയുടെ ഏറ്റവും വലിയ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ദാഹമായ ആത്മാക്കളെ നേടുവാൻ ഞങ്ങളെ നീ സഭയെ സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണെൻ സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണെൻ സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദി മുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദി മുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. നമുക്ക് ആ ബോധ്യത്തോടുകൂടി ഇപ്രകാരം ഒരു കാവൽക്കാരനായി തീരാൻ ആഗ്രഹിക്കാം. സഭയ്ക്ക് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുവാൻ. ആദിവസഭയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സഭ അന്നത്തെ പത്രോസും സ്ലീഹന്മാരെല്ലാവരും അധികാരികളിൽ നിന്ന് അസ്വസ്ഥ, അന്നത്തെ രാജ്യ നിയമങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ പീഡിപ്പിച്ചപ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചപ്പോൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതായി ബൈബിൾ പറയുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. സമ്പത്ത് പങ്കുവെക്കണം, കഴിവുകൾ പങ്കുവെക്കണം, സമയം മാറ്റിവെക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും അല്ലെങ്കിൽ സഭയുടെ ഒരു മകൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ആ കണ്ണുനീര് ഒപ്പിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ വിഷയം ഇതായിരുന്നു: അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതം സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവത്തിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിച്ചു. ഇവിടെ സഭയ്ക്കെതിരെ ആരെല്ലാം വന്നോട്ടെ, അവരോടെല്ലാം യേശുവിനെ പ്രഘോഷിക്കുവാൻ ദൈവം വിളിക്കുന്നു. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആദ്യ സഭയുടെ പ്രാർത്ഥന ലക്ഷ്യം ഇതായിരുന്നു: യേശുവിനെ പ്രഘോഷിക്കാൻ ധൈര്യം, ശക്തി ലഭിക്കാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്കൊരു പുതിയ അഭിഷേകം ലഭിച്ചു. ആ അഭിഷേകത്തോടു കൂടി ആ പീഡനത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ അവർ യേശുവിന് വേണ്ടി നിന്നു, യേശുവിനെ മഹത്വപ്പെടുത്തി. അതിനാൽ ഇപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നമ്മളായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെയും ഭവനത്തിൻ്റെയും എല്ലാ വാതിലും തുറന്നിട്ട് ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതുശക്തിക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. എവിടെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം ഏറ്റുപാടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. സിഗിയോൻ മാളികയിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ,
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. സിയോൻ മാളികയിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിങ്ങൾ എവിടെയാണെങ്കിൽ കൈയടിച്ച് ധൈര്യപോലെ വിശ്വാസത്തോടെ ആദിമസഭയ്ക്ക് ലഭിച്ച പോലെ ധൈര്യം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, തിന്മയെ ചോദ്യം ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദേശത്തെ സുവിശേഷവൽക്കരിക്കുവാൻ ആ ശക്തിക്ക് വേണ്ടി ദാഹിച്ച് ചോദിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മയിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. സ്ത്രീഹന്മാരെ ആദിമസഭയെ നയിച്ച പരിശുദ്ധാത്മാവ് ഈ 2020 കാലഘട്ടങ്ങളിൽ, വരും നാളുകളിൽ കർത്താവിൻ്റെ സഭയെ നയിക്കുവാൻ, ശക്തമായ നേതൃത്വം ഉണ്ടാകുവാൻ നമ്മുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാ നിറയാൻ പാടി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. സ്ലീഹന്മാരിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഓരോ കാലഘട്ടങ്ങളിലും സഭയിലെ ദൈവം അനേക വ്യക്തികളെ ഉണർത്തി, ഓരോ വിശുദ്ധരെ ഉണർത്തി, അതുവഴി ആ കാലഘട്ടത്തിൽ സഭയെ ദൈവം പണിതുയർത്തി. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പോലെയുള്ളവർ ഈ 2020 ഉദയം ചെയ്യുവാൻ, വരും നാൾ ഉദയം ചെയ്ത് കേരള സഭയിലൂടെയുള്ള ലോക സുവിശേഷ യാഥാർത്ഥ്യമാക്കുവാൻ, തിന്മകളെ തകർക്കുവാൻ കർത്താവെ അനേക വിശുദ്ധരെ ഉണർത്തിയതുപോലെ, വിളിച്ചു ചേർത്തതുപോലെ കേരള സഭയിൽ നീ അനേക വിശുദ്ധരെ ഉണർത്തണമേ കാലഘട്ടത്തിനായി. വിശുദ്ധരിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. വിശുദ്ധരിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഈ കാലഘട്ടത്തിൽ അനേക ഉണർവിൻ്റെ ആരംഭം ദൈവം കുറിക്കുകയാണ്. ഈ സമയത്ത് അനേക ദൈവം തൊടുന്നു. കർത്താവിനെ ഒരിക്കൽ പാടുമ്പോൾ മനസ്സ് തുറന്ന് കർത്താവെ ഒരു പുത്തൻ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപകൾ, ഈ കാലഘട്ടം ചോദിച്ച കൃപകൾ നൽകി സഭയെ പണിതുയർത്തുവാൻ കൃപ തരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഈ കാലഘട്ടത്തിൽ വന്നു വസിച്ചൊരു ആത്മാവേ, വന്നു വസിച്ചൊരു ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നമുക്കൊന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി
കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 കർത്താവേ, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ. യേശുവേ നന്ദി, യേശുവേ ഞങ്ങളെ നന്ദി, പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ഒരു പുത്തൻ അഭിഷേകം പകരപ്പെടട്ടെ, പുത്തൻ അഭിഷേകം പകരപ്പെടട്ടെ, പുതിയ അഭിഷേകം പകരപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവികനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. ഞങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ സാധിക്കുമെങ്കിൽ മുട്ടുമേ നിൽക്കാമെങ്കിൽ മുട്ടുമേ നിൽക്കുക. കൈകര്യത്തോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുതിയ മോശ ഉയർത്തെഴുന്നേൽക്കുവാൻ, ആ മോശയോടൊപ്പം പ്രവർത്തിക്കുന്ന അഹ്റോനും ഊറും ഉയർത്തെഴുന്നേൽക്കുവാൻ, ഐക്യപ്പെടുത്തുവാൻ, എല്ലാ കൃപകളും ഇടുവാൻ, അടുക്കള മുതൽ അൾത്താര വരെയുള്ള ശുശ്രൂഷകരിൽ എല്ലാവർക്കും സഭാസ്നേഹവും സമുദായ സ്നേഹവും ഉണ്ടാകട്ടെ. അത് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളും അഴിഞ്ഞ് ഈ ദിവികാര ആശീർവാദ സമയത്ത് കെട്ടുകൾ അഴിയട്ടെ. കൃപയെടുക്കട്ടെ. ഒരു പുത്തൻ ഉണർവ്, ഒരു പുതിയ അഭിഷേകം സകല മേഖലയും വ്യാപരിക്കട്ടെ. അങ്ങനെ കേരള സഭയിലൂടെയുള്ള ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകട്ടെ. നമുക്ക് ദിവികാരനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.